പോക്സോ കേസിൽ അറസ്റ്റിലായ പ്രതി പോലീസ് വാഹനം തകർത്തു. വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ ഗ്ലാസ് ഡോറും അടിച്ചു തകർത്തു. തിരുനെൽവേലി സ്വദേശി പരമശിവമാണ് പരാക്രമം കാട്ടിയത്. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കൃഷ്ണേന്ദു, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ആകെ ഭീതി പരത്തി തെറി അഭിഷേകം നടത്തിയാണ് ഈ പ്രതി പരാക്രമം കാട്ടിയത്. ഈ സംഭവം ഇങ്ങനെയാണ്. കാട്ടാമ്പള്ളിയിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചതായ പരാതിയെ തുടർന്ന് വളപട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്തതാണ് ഈ തമിഴ്നാട് തിരുനെൽവേലി സ്വദേശിയായ പരമശിവത്തെ. പിന്നീട് പോലീസിന് ആകെ തലവേദനയാകുന്ന രീതിയിലാണ് ഈ പ്രതിയുടെ പരാക്രമം പിന്നീട് ഉണ്ടായത്. 11-കാരിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച പരമശിവം ആദ്യം നാട്ടുകാർക്ക് നേരെയാണ് തിരിഞ്ഞത്. അവിടെയും വലിയ രീതിയിലുള്ള പരാക്രമം കാട്ടി അടുത്തു വന്നവരെയൊക്കെ തന്നെ അടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടായി. അങ്ങനെയാണ് അവിടെ പോലീസ് വളപട്ടണം ഇൻസ്പെക്ടർ പി വിജേഷിന്റെ നിർദ്ദേശപ്രകാരം ASI ഷാജിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അവിടെ എത്തിയത്. ഏറെ പാടുപെട്ടാണ് ഈ പ്രതിയെ പോലീസ് കീഴടക്കി സ്റ്റേഷനിൽ എത്തിച്ചത്. ഇതിനിടയിലാണ് പോലീസ് ജീപ്പിന്റെ ചില്ലും തലകൊണ്ട് ഇടിച്ച് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത്. പ്രതിയെ വൈദ്യപരിശോധനക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവിടെയും ഈ പരാക്രമം തുടരുകയായിരുന്നു. ഡോക്ടറുടെ ക്യാബിന്റെ കൈകൊണ്ട് ഇടിച്ച് തകർക്കുന്ന രീതിയാണ് ഇയാൾ സ്വീകരിച്ചത്. അങ്ങനെ വലിയ രീതിയിൽ ആകെ പരിഭ്രാന്തി പരത്തുന്ന രീതിയിലുള്ള ഒരു കാര്യം അവിടെ നടന്നു. ഈ നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ പരമശിവം എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് വരികയാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇൻസ്പെക്ടർ പി വിജേഷിന് പുറമെ SI-മാരായ സുജിത് ഭാസ്കരൻ, ASI ഷാജി, പ്രജിത്ത്, ജിജേഷ്, സുമിത്ത്, ജോർജ് എന്നിവരും ഈ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോലീസിന് ഇന്നലെ ആകെ ഒരു പരിഭ്രാന്തി പരത്തുന്ന രീതിയിലാണ്, പോലീസിനെ ആകെ തലവേദനയാകുന്ന രീതിയിലാണ് ഈ പ്രതിയുടെ പ്രവർത്തനങ്ങൾ ആകെ ഉണ്ടായത്. ഈ ആശുപത്രിയിൽ വലിയ നാശനഷ്ടമുണ്ടായി. അതോടൊപ്പം തന്നെ പോലീസ് വാഹനത്തിനും നാശനഷ്ടം നേരിട്ടിട്ടുണ്ട്. കൃഷ്ണേന്ദു.